നമസ്കാരം. സഹാരിയുടെ പുതിയൊരു ഓൺലൈൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡാഷ് ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ് ലേബർ സൊസൈറ്റീസ്. ലേബർ സൊസൈറ്റീസിൻ്റെ ജന്മഗൃഹം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? അല്ലെ, ലേബർ സൊസൈറ്റീസിൻ്റെ ജന്മഗൃഹം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ചൈനയുണ്ട്, ജർമ്മനിയുണ്ട്, ഇറ്റലി, റഷ്യ. അല്ലേ, ഇതിൽ ഏതാണടാ ഇതിന് ഉത്തരവ് എന്ന് പറയുന്നത്? ചൈന, ജർമ്മനി, ഇറ്റലി, റഷ്യ. അല്ലേ, അപ്പോൾ ലേബർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ആരാ? ചൈന, ജർമ്മനി, ഇറ്റലി, റഷ്യ. ലേബർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാ? ഇറ്റലിയാണ്. അല്ലേ, ഇതിന് ഉത്തരവ് എന്ന് പറയുന്നത് ഇറ്റലിയാണ്. അല്ലേ, മറ്റ് രാജ്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, മറ്റ് രാജ്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാം. അതിന് മുന്നേ നമുക്ക് ഇറ്റലിയിലെ സഹകരണ പ്രസ്ഥാനത്തെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കാം. അല്ലേ, അപ്പോൾ ഇറ്റലിയിലെ സഹകരണ പ്രസ്ഥാനം 1854 ഇറ്റലിയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്നത്. ഇറ്റലിയിലെ ട്യൂറിൻ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് ചെയ്തത്? ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചത്. കേട്ടോ, ഇറ്റലിയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചത് ഇറ്റലിയിലെ ട്യൂറിൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് ഒരു സൊസൈറ്റി രൂപീകരിച്ചത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ സഹകരണ പ്രസ്ഥാനം അല്ലെ, ഇറ്റലിയിലെ സഹകരണ പ്രസ്ഥാനം വളർന്നതിന് അനുസരിച്ച് ഇത് രണ്ടായി പിളരുകയുണ്ടായി. അല്ലെ, ഈ ഒരു സഹകരണ പ്രസ്ഥാനം രണ്ടായി പിളരുകയുണ്ടായി. ഒരു വിഭാഗത്തെ നമ്മൾ എന്തോന്ന് വിളിച്ചു? കൺസ്യൂമർ കോപ്പറേറ്റീവുകൾ എന്നും. അല്ലെ, അതായത് കൺസ്യൂമർ കോപ്പറേറ്റീവുകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തുള്ള സോഷ്യലിസ്റ്റ് ബ്രാഞ്ച് എന്നും മറുവിഭാഗത്തിനെ കാത്തലിക് ബ്രാഞ്ച് എന്നും നമ്മൾ എന്ത് ചെയ്തു? വിളിച്ചു. ഓക്കെ, അപ്പോൾ സോഷ്യലിസ്റ്റ് ബ്രാഞ്ച് എന്നും കാത്തലിക് ബ്രാഞ്ച് എന്നും പറഞ്ഞ് ഇറ്റലിയിലെ സഹകരണ പ്രസ്ഥാനം രണ്ടായി പിളർന്നു. അല്ലെ, അപ്പോൾ ഈ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം, സോഷ്യലിസ്റ്റ് ബ്രാഞ്ച് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ശാഖ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പേര് പോലെ തന്നെ സോഷ്യലിസമാണ്. അപ്പോൾ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെ, അതായത് ആളുകൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആഹാര സാധനങ്ങൾ അവൈലബിൾ ആക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എന്ത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ഈ ഒരു സോഷ്യലിസ്റ്റ് ബ്രാഞ്ച് പ്രവർത്തിച്ചത്. അതിനുശേഷം നമ്മുടെ ഏതാണ് കാത്തലിക് ബ്രാഞ്ച് എന്ന് പറയുന്നത്. അല്ലെ, ഇവർ കൂടുതലും അഗ്രികൾച്ചർ ഫിനാൻഷ്യൽ കോപ്പറേറ്റീവുകൾ എന്ത് ചെയ്യുക? മുന്നോട്ട് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി എന്ത് പ്രവർത്തിക്കാൻ തുടങ്ങി? കാത്തലിക് ബ്രാഞ്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നല്ല ചോദ്യങ്ങളാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ കഴിയണം? അറ്റൻഡ് ചെയ്യാൻ കഴിയണം. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നു, ഇറ്റലിയിലെ സഹകരണ പ്രസ്ഥാനം പിരിഞ്ഞത് രണ്ടായിട്ട്, അത് ഏതെല്ലാമാണ്? സോഷ്യലിസ്റ്റ് ബ്രാഞ്ച് കാത്തലിക് ബ്രാഞ്ച്, സോഷ്യലിസ്റ്റ് ബ്രാഞ്ച് കമ്മ്യൂണിസ്റ്റ് ബ്രാഞ്ച്, സോഷ്യലിസ്റ്റ് ബ്രാഞ്ച് ക്യാപിറ്റലിസ്റ്റ് ബ്രാഞ്ച്, ക്യാപിറ്റലിസ്റ്റ് ബ്രാഞ്ച് കമ്മ്യൂണിസ്റ്റ് ബ്രാഞ്ച്. അല്ലേ, അപ്പോൾ ഇതിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം ഏതാണ് ഇതിന് ഉത്തരവ് എന്ന് പറയുന്നത്. സോഷ്യലിസ്റ്റ് ബ്രാഞ്ച് ആൻഡ് കാത്തലിക് ബ്രാഞ്ച്. അല്ലേ, എന്നിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം, സോഷ്യലിസ്റ്റ് ബ്രാഞ്ച് ഏത് മേഖലയ്ക്കാണ് ഊന്നൽ നൽകിയത്? അല്ലേ, സോഷ്യലിസ്റ്റ് ബ്രാഞ്ച് ഏത് മേഖലയ്ക്ക് ഊന്നൽ നൽകി? സോഷ്യലിസ്റ്റ് ബ്രാഞ്ച് നമുക്ക് എല്ലാവർക്കും അറിയാൻ പിള്ളേരെ, നമ്മളിപ്പോൾ പഠിച്ചതാ. സോഷ്യലിസ്റ്റ് ബ്രാഞ്ച് കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന് ഊന്നൽ നൽകി. അല്ലേ, അങ്ങനെയാണെങ്കിൽ കാത്തലിക് ബ്രാഞ്ച് ഏത് ഫോർമാറ്റിനാണ് ഊന്നൽ നൽകിയത്? അല്ലേ, കാത്തലിക് ബ്രാഞ്ച് ആർക്ക് ഊന്നൽ നൽകി? കാത്തലിക് ബ്രാഞ്ച് ഊന്നൽ നൽകിയത് ആർക്കൊക്കെയാണ്? അഗ്രികൾച്ചറിനും ഫിനാൻഷ്യൽ കോപ്പറേറ്റീവ്സിനുമാണ്. അല്ലെ, കാത്തലിക് ബ്രാഞ്ച് ഊന്നൽ നൽകിയത് അഗ്രികൾച്ചറിനും ഫിനാൻഷ്യൽ കോപ്പറേറ്റീവ്സിനുമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നോക്ക്, എന്താ പറഞ്ഞത്? സോഷ്യലിസ്റ്റ് ബ്രാഞ്ച് എന്നും കാത്തലിക് ബ്രാഞ്ച് എന്നും പറഞ്ഞ് രണ്ടായി തിരിക്കുന്നു. അതിൽ സോഷ്യലിസ്റ്റ് ബ്രാഞ്ച് ഊന്നൽ നൽകിയത് ആർക്ക്? കാത്തലിക് ബ്രാഞ്ച് ഊന്നൽ നൽകിയത് ആർക്ക്? അല്ലെ, അങ്ങനെയാണെങ്കിൽ ഇറ്റലിയിലെ ആദ്യത്തെ സഹകരണ സംഘം രൂപീകരിച്ചത് 1854 ട്യൂറിൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇറ്റലിയിലെ ആദ്യത്തെ സഹകരണ പ്രസ്ഥാനം എന്ത് ചെയ്തത്? രൂപീകരിച്ചത്. ഓക്കെ, ശരി. ഇനി അടുത്ത് ഇറ്റലിയുമായി ബന്ധപ്പെട്ട മറ്റ് വസ്തുതകൾ പരിശോധിക്കാം. ഇതിനകത്ത് പറയുന്നു എന്തോന്നാണ്? ഇറ്റാലിയൻ എക്കണോമിയിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു പ്രസ്ഥാനമായിരുന്നു സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് 1919 ഇറ്റലിയിലെ തന്നെ ഏറ്റവും വലിയ തുറമുഖം അത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് സഹകരണ മേഖലയിൽ നിന്നുമുള്ള ആളുകളായിരുന്നു. അല്ലേ, അപ്പോൾ എന്താണ്? 1919 ഇറ്റലിയിലെ ഏറ്റവും വലിയ തുറമുഖം, ആ തുറമുഖത്തെ
ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ സഹകരണ മേഖലയിൽ നിന്നുമുള്ള ആളുകളായിരുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്നു ദ ഷെയർ ഓഫ് എംപ്ലോയ്മെന്റ് ഇൻ കോപ്പറേറ്റീവ് ഹാസ് മോർ ദാൻ ട്രിപ്പിൾഡ് സിൻസ് 1970s റീച്ചിങ് അറൌണ്ട് 7% ഇൻ 2018 അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, അതായത് ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകിയിരുന്ന മേഖലയും ഏത് തന്നെയാണ്, സഹകരണ മേഖലയും തന്നെയാണ് അല്ലേ. ആ മേഖല തന്നെയാണ് ഏറ്റവും കൂടുതൽ എന്ത് പ്രൊവൈഡ് ചെയ്തിരുന്നതും, തൊഴിൽ പ്രൊവൈഡ് ചെയ്തിരുന്നതും. ഓക്കെ, ഇനി അടുത്ത് പറയുന്നു ഇറ്റാലിയൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കളാണ് നമുക്കറിയാം, ലൂഗി ലുസാട്ടിയും അതുപോലെ തന്നെ ലിയോണി ഉള്ളൻബർഗും അല്ലെ. ആരാണ്? ലൂഗി ലുസാട്ടി അതുപോലെ തന്നെ ലിയോണി ഉള്ളൻബർഗും അല്ലെ. ഇവർ രണ്ടുപേരും എന്ന് പറയുന്നത് എന്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകളായിരുന്നു, ഇറ്റാലിയൻ സഹകരണ പ്രസ്ഥാനവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഇറ്റലിയുമായിട്ട് ബന്ധപ്പെട്ട ഇനി അടുത്ത ചോദ്യം നമുക്ക് പരിശോധിക്കാം. ഇവിടെ നോക്കാം, ലൂഗി ലുസാട്ടി എന്ന് പറയുന്നത് അർബൻ ഏരിയയിൽ പ്രവർത്തിച്ചപ്പോൾ ലിയോണി ഉളൻബർഗ് റൂറൽ ഏരിയയിൽ പ്രവർത്തിച്ചു. ഇനി അതുപോലെ തന്നെ ഇറ്റലിയിൽ ഒരുപാട് ലേബർ സഹകരണ സംഘങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ഇറ്റലി എന്ന് പറയുന്ന രാജ്യം ലേബർ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ എന്തെന്ന് ജന്മഗ്രഹം എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത പോയിന്റുകളാണ്, ഇറ്റലിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ എന്ത് ചെയ്തത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇറ്റലി എന്ന് പറയുന്ന ഈ ഒരു രാജ്യം എന്ന് പറയുന്നത് ലേബർ കോപ്പറേറ്റീവുകളുമായി ബന്ധപ്പെട്ട രാജ്യമാണ്. അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഇറ്റലിയാണ്. ഇറ്റലിയിലെ പ്രമുഖരായുള്ള 2 സഹകാരികളാണ്. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ലൂഗി ലുസാട്ടി, രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ലിയോണി ഉളൻബർഗ്. ലൂഗി ലുസാട്ടി എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയത് ഏത് മേഖലയ്ക്കാണ്, അർബൻ മേഖലയ്ക്കും. നമ്മുടെ ഉളൻബർഗ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയത് റൂറൽ മേഖലയ്ക്കും ആണ് എന്നത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ജർമ്മൻ സഹകരണ പ്രസ്ഥാനത്തെ പറ്റിയിട്ട് നമ്മൾ പഠിക്കാം അല്ലേ. ഓപ്ഷനിലുണ്ടായിരുന്ന മറ്റൊരു ആളാണ് ജർമ്മനി എന്ന് പറയുന്നത്, അതുകൊണ്ട് ജർമ്മനിയെ പറ്റിയിട്ട് പഠിക്കാം അല്ലേ. അപ്പോൾ ഇംഗ്ലണ്ടിനെ നമ്മൾ മക്ക എന്ന് വിളിച്ചാൽ ജർമ്മനിയെ നമ്മൾ മദീന എന്ന് വിളിക്കുന്നു. ഇംഗ്ലണ്ടിനെ നമ്മൾ ബർത്ത് പ്ലേസ് എന്ന് വിളിച്ചാൽ ജർമ്മനിയെ നമ്മൾ സിറ്റാഡൽ ഓഫ് കോപ്പറേഷൻ എന്ന് വിളിക്കുന്നു അല്ലേ. അപ്പോൾ കൺസ്യൂമർ മൂവ്മെൻറ്റിൻ്റെ ജന്മഗൃഹം എന്ന് പറയുന്നത് എന്താണ്, ഇംഗ്ലണ്ട് ആണെങ്കിൽ അല്ലേ. നമ്മുടെ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ജന്മഗൃഹം എന്നറിയപ്പെടുന്നത് ജർമ്മനിയാണ്. ഇതാർക്കും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ സഹകരണം പഠിക്കുന്ന സമയത്ത് ഏറ്റവും അടിസ്ഥാനപരമായി പഠിക്കുന്ന കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത് അല്ലേ. ഇനി 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജർമ്മനിയിലെ ഗ്രാമീണ ജനതയുടെയും അതുപോലെ തന്നെ അർബൻ ജനതയിലെയും പാവപ്പെട്ട ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ദുസ്സഹമായിരുന്നു. ആ ദുസ്സഹമായിട്ടുള്ള ആ ഒരു അവസ്ഥയെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആര് വന്നിട്ടുണ്ടായിരുന്നത്, നമ്മുടെ ഈ ഒരു പയനീർ ആയിട്ടുള്ള റൈഫീസനും അതുപോലെ തന്നെ ഷൾസും എന്ത് ചെയ്തത് മുന്നോട്ട് വന്നത് അല്ലേ. ഇനി അതുപോലെ തന്നെ പറയുന്നു എന്നതാണ് ഫാമേഴ്സ് അതുപോലെ തന്നെ ആർട്ടിസൻസ് അല്ലേ, ഇവരെല്ലാവരും ആരുടെ കീഴിലായിരുന്നു, മണി ലെൻഡേഴ്സിൻ്റെ പിടുത്തത്തിന് കീഴിലായിരുന്നു അല്ലേ. ആ ഒരു നീരാളിപ്പിടുത്തത്തിനകപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടിയ ഒരു ജനതയായിരുന്നു ഏതെന്ന് പറയുന്നത് ജർമ്മൻ ജനത എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ തന്നെ കാരണം തന്നെ ഇതിലൊന്ന് ആണ് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അതായത് 2ാം ലോക മഹായുദ്ധത്തിന് ഹിറ്റ്ലർ ഏറ്റവും കൂടുതൽ ആ ഒരു ജൂതന്മാരോട് ഏറ്റവും കൂടുതൽ വൈരാഗ്യ ബുദ്ധിയോടുകൂടി പെരുമാറിയതിന് കാരണമെന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ജർമ്മനി എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിൻ്റെ സിംഹഭാഗവും ആരുടെ കീഴിലായിരുന്നു, നമ്മുടെ മണി ലെൻഡേഴ്സിന് കീഴിലായിരുന്നു. ഈ മണി ലെൻഡേഴ്സ് എന്ന് പറയുന്നത് ജൂത സമൂഹത്തിൽ നിന്നുമുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഹിറ്റ്ലറിന് ഇവരോട് വലിയ രീതിയിലുള്ള വൈരാഗ്യമുണ്ടായത് എന്നാണ് എന്ത് ചെയ്യുന്നത് ചരിത്രത്തിൽ പറയുന്നത് കേട്ടോ. ഇനി അടുത്ത് പറയുന്നു, എന്താ പറയുന്നത്, ദ ഫാമേഴ്സ് ആസ് വെൽ എസ് ആർട്ടിസൻസ് അല്ലെ. ഇവരെല്ലാവരും ആ ഒരു മണി ലെൻഡേഴ്സിൻ്റെ നീരാളിപ്പിടുത്തത്തിലായിരുന്നു. ആ ഒരു നീരാളിപ്പിടുത്തത്തിൽ നിന്നും ഇവരെ വിടുവിക്കാനായി നിലവിൽ വന്ന ആൾക്കാരാണ് ആരൊക്കെയെന്ന് പറയുന്നത് നമ്മുടെ റൈഫീസനും അതുപോലെ തന്നെ ഷൾസും എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ
വളരെ വലിയ രീതിയിലുള്ള പലിശ നിരക്കുകൾ, അതിൽ അകപ്പെട്ട ഫാമേഴ്സിനും ആർട്ടിസൻസ് ആയിട്ടുള്ള ചെറുകിട കച്ചവടക്കാർക്കും ഒന്നും ഇവർക്ക് ഈ ഒരു വലിയൊരു പലിശ നിരക്കിനെ എന്ത് ചെയ്യാൻ കഴിയില്ല, മറികടക്കാൻ കഴിഞ്ഞില്ല. അതിനെ തുടർന്ന് ജർമ്മൻ ജനത വലിയ രീതിയിലേക്കുള്ള ആ ഒരു കൂപ്പുകുത്തലിലേക്ക് കടക്കുകയുണ്ടായി. അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പട്ടിണി, പട്ടിണിയിലൂടെയുള്ള മരണം, അല്ലെ, അങ്ങനെ പല രീതിയിലുള്ള അവസ്ഥാന്തരങ്ങളിലൂടെ ആര് കടന്നു പോവുകയുണ്ടായി, നമ്മുടെ ജർമ്മൻ ജനത കടന്നു പോകുക ഉണ്ടായി, അല്ലെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ജർമ്മൻ ജനതയ്ക്ക് മുകളിലേക്ക്, അല്ലെ, മരുഭൂമിയിലേക്ക് പെയ്യുന്ന മഴ പോലെ വന്നിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു ഏതെന്ന് പറയുന്നത് നമ്മുടെ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെ. ആ സഹകരണ പ്രസ്ഥാനത്തെ ജനങ്ങളിലേക്ക്, ജനങ്ങളുടെ വേരുകളിലേക്ക് ആഴ്ന്നിറങ്ങാൻ കാരണമായത് ആരാണെന്ന് ചോദിച്ചാൽ രണ്ട് വ്യക്തിത്വങ്ങളാണ്. ആരൊക്കെയാണ് അത്? ഷൾസും അതുപോലെ തന്നെ നമ്മുടെ റൈഫീസനുമാണ്, അല്ലെ. ഇവർ രണ്ടുപേരുടെയും പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജർമ്മൻ ജനതയുടെ വേരുകളിലേക്ക് ആഴ്ന്നിറങ്ങി? സഹകരണം ആഴ്ന്നിറങ്ങി. ഓക്കെ, ഇനി അടുത്ത് പറയുന്നു അവരുടെ ജീവിതം തന്നെ ഒരു പരീക്ഷണശാലയായിരുന്നു. ആരുടെ എന്ന് പറയുന്നത് നമ്മുടെ റൈഫീസന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഷൾസിൻ്റെയും ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു പരീക്ഷണശാലയായിരുന്നു. അവരുടെ ജീവിതത്തിൽ തന്നെ പലതരത്തിലുള്ള എക്സ്പെരിമെൻറ്റുകൾ ചെയ്ത്, വളരെ വലിയ നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ടുള്ള എക്സ്പെരിമെൻറ്റുകൾ ചെയ്താണ് ഈ ഒരു പ്രൊസീജിയറിനെ മുന്നോട്ട് കൊണ്ടുപോയത്, അല്ലേ. അപ്പോൾ ഈ ഒരു വളരെ വലിയ ഒരു പ്രോസസ്സ് ആയിരുന്നു ഈ ഒരു പരീക്ഷണങ്ങളെന്ന് പറയുന്നത്. ഈ ഒരു പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് കാര്യം മനസ്സിലായി. സെൽഫ് ഹെൽപ്പും മ്യൂച്വൽ ഹെൽപ്പുമാണ് ഏറ്റവും പ്രാധാന്യം, അല്ലെ. അപ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ളത് സെൽഫ് ഹെൽപ്പിനും മ്യൂച്വൽ ഹെൽപ്പിനുമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നത് എന്തിലൂടെയായി മാത്രമേ സാധിക്കുകയുള്ളൂ? സെൽഫ് ഹെൽപ്പിലൂടെ, മ്യൂച്വൽ ഹെൽപ്പിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി, അല്ലെ. അതുപോലെ തന്നെ പറയുന്നു സഹകരണ ക്രെഡിറ്റിന്റെ, അല്ലെ, ചരിത്രത്തിൽ ഇവർക്ക് വളരെ വലിയ ഒരു പങ്ക് തന്നെ ഇവർ ചെയ്യുന്നുണ്ട്, വഹിക്കുന്നുണ്ട് എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മുടെ ഈ ഒരു നമ്മുടെ ജർമ്മൻ സഹകരണ പ്രസ്ഥാനത്തിൽ പറയുന്നുണ്ട്, അല്ലെ. ശരി, ഇനി അടുത്ത് പറയുന്നു ഷൾസുമല്ല റൈഫീസനുമല്ല, അല്ലെ. ഇവരെ എല്ലാവരെയും നമ്മൾ ആധുനിക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാക്കന്മാരായിട്ടാണ് കണക്കാക്കുന്നത്, അല്ലെ. അപ്പോൾ ആളുകളുടെ ഇടയിലേക്ക് തുല്യതയുടെയും അതുപോലെ തന്നെ സ്വയം പര്യാപ്തതയുടെയും വിത്തുകൾ പാകിയ ആളുകളാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ റൈഫീസനും അതുപോലെ തന്നെ ഷൾസും എന്ന് പറയുന്ന ഈ രണ്ട് വ്യക്തികൾ, അല്ലെ. തുല്യതയുടെയും അതുപോലെ തന്നെ ജനാധിപത്യത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ സ്വയം പര്യാപ്തതയുടെയും ഒക്കെ വിത്തുകൾ പാകിയ ആളുകളാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ഷൾസും അതുപോലെ തന്നെ റൈഫീസനും എന്ന് പറയുന്ന ഈ രണ്ട് മഹത് വ്യക്തിത്വങ്ങൾ. ഓക്കെ അല്ലേ? ശരി, ഇനി അടുത്തത് നമ്മുടെ ചൈനീസ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളാണ്. പരീക്ഷയ്ക്ക് ഈയിടെയായിട്ട് ചൈനീസ് പ്രസ്ഥാനങ്ങൾ ചോദിക്കാറില്ല, പൊതുവേ ചോദിച്ചിപ്പോൾ കാണുന്നത് നിങ്ങളുടെ സിലബസിനകത്ത് നിന്നുമുള്ള ചോദ്യങ്ങൾ തന്നെയാണ്, അല്ലേ. ഇംഗ്ലണ്ട്, ജർമ്മനി, അതുപോലെ തന്നെ ഡെൻമാർക്ക് എന്നീ ചോദ്യങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് ഇറ്റലി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ അങ്ങനെ ഇപ്പോൾ ഈ ഇടയായിട്ട് പരീക്ഷകളിൽ കാണുന്നില്ല. ഈ ഒരു റീസെന്റ് ട്രെൻഡിൽ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ചൈനയിലെ സഹകരണ പ്രസ്ഥാനത്തെ പറ്റിയിട്ട് പഠിക്കാം, അല്ലേ. അപ്പോൾ ചൈനീസ് സഹകരണ പ്രസ്ഥാനം പഠിക്കുന്നതിന് മുന്നേ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടാവണം, അല്ലേ. ജന്മികൾ പിടിച്ചു വെച്ചിരുന്ന പാഠങ്ങളെ ഒരു ലോങ് മാർച്ച് എന്ന് പറയുന്ന, അല്ലേ, ഏകദേശം കുറേ കാലങ്ങളോളം, അല്ലെ, ആ ദിവസം എനിക്ക് ഓർമ്മ വരുന്നില്ല, അത്രയും കാലങ്ങളോളം നീണ്ടു നിന്ന ഒരു ലോങ് മാർച്ചിലൂടെ ജന്മിമാർ പിടിച്ചു വെച്ചിരുന്ന പാഠങ്ങളെ, പോകുന്ന വഴിയിലുള്ള എല്ലാ പാഠങ്ങളെയും പിടിച്ചെടുത്തുകൊണ്ട് മുന്നോട്ട് ചലിച്ച്, അല്ലെ, അത്തരത്തിലുള്ള ഒരു റെവല്യൂഷനിലൂടെ നിലവിൽ വന്നിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് ചൈനയിലുള്ളത്. അപ്പോൾ ആ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ബാക്കി പത്രം പോലെയാണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനം പിന്നീട് ഉടലെടുത്തത്. അപ്പോൾ ചൈനയിലെ ആളുകൾ യുദ്ധത്തിലും അതുപോലെ തന്നെ വെള്ളപ്പൊക്കം, ദാരിദ്ര്യം, ക്ഷാമം എന്നീ പരിപാടികളിലൂടെയൊക്കെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ തന്നെ ഫൗണ്ടറായിട്ടുള്ള ഡോക്ടർ സൺ യാട്സൻ അദ്ദേഹം നമുക്ക് സഹകരണം എന്ന് പറയുന്ന ഈ ഒരു പുതിയ ഒരു പരിപാടിയെ ചൈനീസ് ജനതയ്ക്ക് മുന്നിൽ
അവതരിപ്പിക്കുന്നത്. അതിനകത്ത് പറയുന്നു 1919 ഷാങ്ഹായ് നാഷണൽ കോപ്പറേറ്റീവ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിന് കീഴിൽ ഒരുപാട് പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ഷാങ്ഹായ് നാഷണൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ത് ചെയ്തു, സഹായങ്ങൾ നൽകാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇത് ചൈനീസ് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവരുടെ സഹകരണ പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഒരു ചാപ്റ്ററാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഷാങ്ഹായ് നാഷണൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1919 ഈ ഒരു ബാങ്ക് നിലവിൽ വന്നത്. അതുപോലെ തന്നെ ചൈനീസ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ഡോക്ടർ സൺ യാറ്റ് സെൻ ആണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ചിത്രം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ അതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി അത് പറയുന്നു ദ ഇൻഡസ്കോസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ചൈന വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അല്ലേ. ചൈനയിലെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖലയാണ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് അല്ലെ. 1937 ഈ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ത് ചെയ്ത് രൂപീകരിച്ചത്. അപ്പോൾ ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് ചൈന ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതുപോലെ തന്നെ സൺ യാറ്റ് സെന്നെ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് അറിയപ്പെടുന്നു അല്ലേ. ചൈനീസ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പിതാവ് എന്ന് സൺ യാറ്റ് സെന്നെ അറിയപ്പെടുന്നു. ഓക്കെ, ഇത്രയും നമ്മുടെ ചൈനീസ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുതകളാണ്. ഓക്കെ, ഇനി അടുത്ത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ റഷ്യൻ സഹകരണ പ്രസ്ഥാനത്തെ പറ്റിയിട്ടൊന്ന് പെട്ടെന്നൊന്ന് പരിശോധിക്കാം. അപ്പോൾ റഷ്യൻ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ലേബർ ആർട്ടലുകളാണ്. ഓക്കെ, അപ്പോൾ ലേബർ ആർട്ടലുകൾ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്, അതായത് ഒരു മേഖലയിലേക്ക് ജോലി ചെയ്യുന്ന കുറച്ച് ആളുകളുടെ കൂട്ടായ്മയാണ് നമ്മൾ ആർട്ടലുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അതായത് ചില പ്രത്യേക മേഖലകളിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സേവനം നൽകുന്ന മേഖലയിലേക്കോ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെയാണ് നമ്മൾ എന്തോന്ന് വിളിക്കുന്നത്, നമ്മൾ ഈ ഒരു ലേബർ ആർട്ടലിനകത്ത് വരുന്ന ആളുകൾ എന്ന് പറയുന്നത്. അതിനകത്ത് പല തരത്തിലുള്ള ആൾക്കാരുണ്ടാകാം അല്ലെ. ഗിൽഡുകൾ എന്നൊക്കെ നമ്മൾ പണ്ട് നമ്മുടെ ഈ ഒരു 7ാം ക്ലാസ്സിൻ്റെ ആണെന്ന് തോന്നുന്നു, 7ാം ക്ലാസ്സിൻ്റെ ചരിത്ര പുസ്തകത്തിനകത്ത് ഗിൽഡ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സംഭവം പഠിക്കുന്നുണ്ട് അല്ലേ. അവരുടെ റിനൈസൻസ് എന്ന് പറയുന്ന ഒരു പാഠമുണ്ട്. ആ റിനൈസൻസ് എന്ന് പറയുന്ന പാഠത്തിനകത്ത് നമ്മൾ പഠിക്കുന്ന ഒരു ഇതാണ് ഗിൽഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം ഈ ഗിൽഡുകൾ എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടായ്മകളാണ്. ഓക്കെ, ഈ ആളുകളുടെ കൂട്ടായ്മയോടുകൂടി എന്തോന്ന് ആരംഭിക്കുകയുണ്ടായി ഈ ഒരു ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ. അതായത് കാർപ്പൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ കാർപ്പൻറ്റേഴ്സിന് വേണ്ടി ഒരു കൂട്ടായ്മ, ബ്ലാക്ക് സ്മിത്ത് ഉണ്ടെങ്കിൽ ബ്ലാക്ക് സ്മിത്തിന് വേണ്ടി ഒരു കൂട്ടായ്മ, അങ്ങനെ പല തരത്തിലുള്ള കൂട്ടായ്മകൾ രൂപീകരിക്കാൻ തുടങ്ങി അല്ലേ. അപ്പോൾ അത്തരം കൂട്ടായ്മകളിലൂടെ മുന്നോട്ട് വന്ന ഒരു പ്രസ്ഥാനമാണ് റഷ്യൻ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാന രൂപം എന്ന് പറയുന്ന ലേബർ ആർട്ടലുകളാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറയുന്നു കാർപ്പൻ്റർ, മേസൺ, ഹാൻഡിക്രാഫ്റ്റ് മെൻ ആൻഡ് അതർ ആർട്ടിസൻസ് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, നമ്മുടെ ഈ ഒരു ഗിൽഡ് അല്ലെങ്കിൽ ആർട്ടലുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ആർട്ടലുകൾ പല ആളുകളുടെ കൂട്ടായ്മ ഉണ്ടാകാം. ചിലപ്പോൾ അത് കാർപ്പൻറ്റേഴ്സ് ആവാം, ചിലപ്പോൾ ഹാൻഡിക്രാഫ്റ്റ് മെൻ ആവാം, മറ്റ് തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാരാകാം അല്ലേ. ഇനി അടുത്ത് ഒരു റഷ്യൻ കൺസ്യൂമർ സ്റ്റോറിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോമാണ് ഏതെന്ന് പറയുന്നത് സെൽപ്പോ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഏറ്റവും പ്രാഥമിക സഹകരണ സംഘം അല്ലേ, റഷ്യൻ പ്രാഥമിക സഹകരണ സംഘം അല്ലേ. എന്ത് സഹകരണ സംഘമാണ് അത്? കൺസ്യൂമർ സഹകരണ സംഘമാണ്. അതിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത് സെൽപ്പോ എന്ന് പറയുന്നത് കേട്ടോ, സെൽപ്പോ. ഇനി അടുത്ത് പറയുന്നു കോപ്പറേറ്റീവ് ഫാമിംഗ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? റഷ്യയാണ്. ഇനി അതുപോലെ തന്നെ കൺസ്യൂമർ മൂവ്മെൻറ്റ് അല്ലേ, അവിടുത്തെ ആ ഒരു കൺസ്യൂമർ മൂവ്മെൻറ്റിൻ്റെ സ്ട്രക്ചറാണ് നമുക്ക് ഇനി അടുത്ത് പഠിക്കുന്നത്. ഏറ്റവും ബേസ് ലെവൽ നമ്മൾ നേരത്തെ പറഞ്ഞാണ് സെൽപ്പോ. അതിന് തൊട്ട് മേലെയുള്ളത് ടെറിട്ടോറിയൽ യൂണിയൻ, ഏറ്റവും മേലെയുള്ള സെൻട്രോ സോയ്സ് എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ പല തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. സെൽപ്പോ, ടെറിട്ടോറിയൽ യൂണിയൻ, സെൻട്രോ സോയ്സ്. ഓക്കെ, ശരി. ഇനി അടുത്ത് പറയുന്നു റഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാമിങ്ങിൻ്റെ ടൈപ്പാണ് ഏതെന്ന് പറയുന്നത് കളക്റ്റീവ് ഫാമിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കൊൾക്കോസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതായത് നമ്മുടെ റഷ്യൻ കളക്റ്റീവ് ഫാമിങ്ങിനെ വിളിക്കുന്ന പേരെന്താണ്? കൊൾക്കോസ് എന്നാണ് വിളിക്കുന്നത് അല്ലേ. ഇനി അതുപോലെ തന്നെ ഗവൺമെൻറ് ഓൺഡ് ഫാം, കമ്മ്യൂണിസ്റ്റ് ഫാമുകളൊന്നും ഇതിനെ വിളിക്കാറുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഓൺഡ് ഫാംസിനെ നമ്മൾ സൊഫ്കോസി എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, സൊഫ്കോസി എന്ന് വിളിക്കാറുണ്ട്. അതെന്തോന്നാണ്? നമ്മുടെ ഗവൺമെൻറ് ഓൺഡ് ഫാമുകളെയാണ് നമ്മൾ വിളിക്കുന്നത്? സൊഫ്കോസി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രോ സോയ്സ് ഉണ്ട്, അതിന് താഴെ ടെറിട്ടോറിയൽ യൂണിയൻ ഉണ്ട്, അതിന് ഏറ്റവും താഴെ സെൽപ്പോ എന്ന് പറയുന്ന ഏറ്റവും ബേസിക് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിച്ച് വരുന്നുണ്ട്. ഇതെല്ലാം എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്? റഷ്യയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുതകളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പരിശോധിച്ചത്. ഓക്കെ അല്ലേ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. നന്ദി, നമസ്കാരം.